ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷിയ ബട്ടർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. അതെന്താണ്, ഷിയ ബട്ടർ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, അതേപോലെ തന്നെ ഹെയറിൽ എങ്ങനെയാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷിയ ബട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, കോസ്മെറ്റിക്സ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട് അതിൽ ഷിയ ബട്ടർ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ കേൾക്കാറില്ല. അപ്പോൾ അങ്ങനെ അത് തന്നെയാണ് സംഭവം. ഷിയ ബട്ടർ എന്ന് പറയുന്നത് കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ആഫ്രിക്കൻ പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ ഷിയ ട്രീയിൽ നിന്നുണ്ടാവുന്ന ഷിയ ട്രീൻ്റെ നട്ട്സ് ഉണ്ട്. ആ ഒരു നട്ട്സിന്റെ പിക്ചർ നമുക്ക് ഷിയ ബട്ടറിന്റെ ആ ഒരു ബോട്ടിലിന്റെ മുകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു എന്താ പറയുക, ഒരു അടക്കേൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ അങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു നട്ട്സ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു നട്ട്സിന്റെ ഫോട്ടോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഷിയ ട്രീയിൽ ഉണ്ടാവുന്ന ആ ഒരു നട്ട്സ് എന്നാണ് നമ്മൾ ഈ ഒരു ഷിയ ബട്ടർ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് മെയിൻ ആയിട്ട് കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഷിയ ബട്ടറിനകത്ത് വിറ്റാമിൻ A, E, F, K, ഫാറ്റി ആസിഡ് അങ്ങനെ നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ഷിയ ബട്ടറിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസർ ആയിട്ടാണ്. നമ്മൾ കയ്യിൽ കോക്കനട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്യാറില്ലേ സ്കിന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത്. അപ്പോൾ അതിനേക്കാളും ഡബിൾ എഫക്റ്റ് ആണ് നമുക്ക് ഈ ഒരു ഷിയ ബട്ടർ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഡബിൾ ആയിട്ട് നല്ല കട്ടിയിലിരിക്കും കേട്ടോ. അത് നന്നായിട്ട് ഓയിലി ആയിട്ട് നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനത് കയ്യിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പം ഇത് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്കായിരിക്കും കുറച്ചും കൂടെ സൂട്ടബിൾ ആവുന്നത്. കാരണം ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അത് ഓയിലി ആക്കിയിട്ട് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർ യൂസ് ചെയ്യുക. അപ്പോൾ എനിക്കാണെന്നുണ്ട് എൻ്റെ ഫേസിലൊക്കെ കുറച്ച് ഓയിലി ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കാലും കൈയിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്ത് ആണ് ഇത് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ എനിക്കിതൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ഒരു മാർക്കാണിത്. എൻ്റെ കയ്യിൽ അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തൊക്കെ എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുള്ള മാർക്കാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ അത് പോകുമെന്നുള്ളത് ഞാനിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉണ്ടായിരുന്നു ആ ഒരു പാട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് എനിക്ക് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മോയ്സ്ചറൈസർ ആയിട്ട് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒട്ടുമിക്ക എല്ലാ പാടുകളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം ഞാനിത് കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. വേറൊരു ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഈ ഡെലിവറി കഴിഞ്ഞവരുടെ വയറിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു മാർക്കൊക്കെ പോക്കാൻ വേണ്ടി നന്നായി സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതെ ഈ ഒരു ലക്ഷ്വറാൻ്റെ ആണ് എൻ്റെ കയ്യിലുള്ള ഷിയ ബട്ടർ വരുന്നത് കേട്ടോ. റോ അൺറിഫൈൻഡ് ഐവറി ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എടുക്കണം. അതാണ് നാച്ചുറൽ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബോട്ടിൽ താഴെ വീണപ്പോൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം കേട്ടോ. അത് നന്നായിട്ട് അടച്ച് മൂടി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എറുമ്പ് വരുന്നുണ്ട്. അപ്പം എന്ന് വിചാരിച്ച് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ എറുമ്പ് വരില്ല കേട്ടോ. അത് അങ്ങനെ ആ ഒരു പാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് എറുമ്പ് വരുന്നുണ്ട്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതാണ് ഷിയ ബട്ടർ ഉണ്ടാക്കുന്ന നട്ട്സ്. ആ ഒരു നട്ട്സ് നിന്നാണ് ഷിയ ബട്ടർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഭയങ്കരമായിട്ട് നല്ല എന്താ പറയുക കട്ട പോലെയാണ് ഇരുന്നുണ്ടായിരുന്നത്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ടായിരിക്കണം ഇത് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നമ്മുടെ വേനൽക്കാലത്ത് എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ മഴക്കാലമായി, അപ്പോൾ അത് ആലോചിക്കണം. കുറേ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ചൂടുള്ള സമയം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ആയതുകൊണ്ടാണ് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉരുകി കിടക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം അത് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് എടുത്ത് കാണിക്കും കേട്ടോ. ആ ഒരു എണ്ണമയം നന്നായിട്ട് കയ്യിലിങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്താൽ മതി. പുറത്തേക്ക് പോകുമ്പോൾ അപ്ലൈ ചെയ്യണ്ട. ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിലെ പാടുകളൊക്കെ പോകാൻ സഹായിക്കുന്നുണ്ട്. അതിനുള്ള ലൈവായിട്ടുള്ളൊരു പ്രൂഫും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഉണ്ടായിട്ടുള്ളൊരു മുറിവാണ് കേട്ടോ. മുറിവിൻ്റെ പാടാണ്. അത് ഞാൻ ഇത്രയും പോക്കിയെടുത്തിട്ടുള്ളത് ഈ ഒരു ഷിയ ബട്ടർ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ ഏജ് ഒരു 30 ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മുഖത്ത് ചുളിവുകളൊക്കെ വന്നു തുടങ്ങും അല്ലേ. അപ്പം അതേപോലെ അങ്ങനെ പ്രായം തോന്നിക്കുന്ന ഭയങ്കരമായിട്ട് പ്രായം തോന്നിക്കുന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ ഓയിലി സ്കിന്നുകാർ അധികമായിട്ട് ഇത് യൂസ് ചെയ്യണ്ട കേട്ടോ.
അപ്പം അങ്ങനത്തെ മുഖത്തുള്ള എല്ലാ പാടുകൾ, അങ്ങനെ കരിവാളിപ്പ്, അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ, അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സൺ ടാൻ അടിച്ചിട്ടുണ്ട്, അതൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സ്കിന്നിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ എന്തൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം കയ്യിൽ എവിടെയെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേറെ ഇറിറ്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എൻ്റെ സ്കിന്നിന് ഇത് സൂട്ട് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ അലർജി അങ്ങനെ ഇല്ല കേട്ടോ. അപ്പം ഈ ഒരു ഷിയ ബട്ടർ ഞാൻ ആദ്യം കാലിലാണ് ആദ്യം അപ്ലൈ ചെയ്ത് നോക്കിയത്. അപ്പം എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ചിലർക്ക് കാല് വിണ്ട് കീറൂലേ, അപ്പം ആ ഒരു വിള്ളലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നന്നായിട്ട് മോയ്സ്ചർ ആക്കും നമ്മുടെ സ്കിന്നിനെ. അപ്പം അതുകൊണ്ട് തന്നെ കാലിൻ്റെ വിള്ളിച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് ഓയിൽ അങ്ങനെ ഉണ്ടാവില്ലേ, ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലിൻ്റെ കൂടെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കിയത്. നമ്മൾ വെളിച്ചെണ്ണ എടുക്കുക, അതിലൊരു 1/4 ടീസ്പൂൺ കുറച്ച് മതി കേട്ടോ, ചെറിയൊരളവിൽ ഇത് ഇങ്ങനെ കോരി ഇട്ടിട്ട് അത് ഡബിൾ ബോയിൽ ചെയ്യണം. കാരണം അത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടൂല, മെൽറ്റായി കിട്ടൂല, കോക്കനട്ട് ഓയിലിൻ്റെ പോലെ മെൽറ്റായി കിട്ടൂല. അപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറഞ്ഞ അളവിന്, കോക്കനട്ട് ഓയിലിനെക്കാട്ടും കുറഞ്ഞ അളവിന് ഈ ഷിയ ബട്ടർ ഇട്ടിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്താൽ മതി. താരം മാറാനും അതേപോലെ തന്നെ സ്കാൽപ്പ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, നന്നായിട്ട് ആ ഒരു ഡ്രൈനെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ബെനിഫിറ്റ് ആണ്. അപ്പോൾ തലയിൽ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 3 വയസ്സിൻ്റെ മുകളിലേക്കുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ ആദ്യം ജസ്റ്റ് കാലിന് എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കാണ് ഞാൻ പറയുന്നത്, കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തവർ ഇത് അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല കുട്ടികൾക്ക് കേട്ടോ. റാഷസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ചില കുട്ടികളുടെ കാലിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തോലൊക്കെ പൊളിയുന്ന പോലെ വരില്ലേ, നന്നായിട്ട് ഡ്രൈ ആയിട്ട്, അങ്ങനെയുള്ള സമയത്തൊക്കെ അത് നമുക്കിത് അപ്ലൈ ചെയ്യാം. മെയിനായിട്ട് കുട്ടികൾക്കൊക്കെ മഞ്ഞുകാലത്താണ് അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. 3 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങളിത് യൂസ് ചെയ്യേണ്ട, കുറച്ച് 3 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ മെയിനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ റോ, അൺറിഫൈൻഡ്, അതേപോലെ തന്നെ ഐവറി അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. റോ ആയിട്ടുള്ള ഷിയ ബട്ടർ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളത് അവൈലബിൾ ആണ്, സ്ട്രോബെറി ഫ്ലേവറൊക്കെ വരുന്നത്. ബേസിക്കലി ഈ ഒരു ഷിയ ബട്ടറിൻ്റെ ഒരു വൃത്തിയായിട്ട സ്മെല്ലാണ് ഉള്ളത് കേട്ടോ. വൃത്തിയായിട്ടെന്ന് മീൻസ് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലില്ല. എൻ്റെ ഒരു തോട്ട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വെളിച്ചെണ്ണൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, ആ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാറ് കുത്തിയ മണോ അങ്ങനെയൊക്കെ അറിയില്ല, അങ്ങനെ ഒരു സ്മെല്ല് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ടൈം ഞാനിത് സ്മെല്ല് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നു കേട്ടോ. പക്ഷെ നമ്മളിത് അഡ്ജസ്റ്റ് ആവും, ഇത് ഡെയിലി യൂസ് ചെയ്ത് അതിൻ്റെ സ്മെല്ല് നമുക്ക് ഒരു പ്രശ്നമല്ലാത്ത രീതിക്ക് ആവും. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് ആലോചിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ എന്തിരിക്കുന്നല്ലേ, അത്രയും നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് ഷിയ ബട്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് അധികം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഒന്ന് യൂസ് ചെയ്ത് അത് ശീലമായിക്കോളും, വലിയ പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചിട്ട് അങ്ങനെ ഓവറായിട്ടുള്ള അങ്ങനത്തെ ഒരു സ്മെല്ലല്ലോ, അതൊരു നട്ട്സ് നിന്ന് എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലാണത്. നമുക്ക് ഈ വെളിച്ചെണ്ണൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണൊക്കെ കേടായിട്ടുള്ള ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു സ്മെല്ലാണിത്. പക്ഷെ എന്നാലും പ്രശ്നമില്ല, നല്ല ഇത് നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഐവറി കളറാണ്, ഒരു ക്രീം കളറാണ്. ആ ഒരു കളറിലുള്ളത് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ തന്നെ റോ ആയിട്ടുള്ളത് വാങ്ങിക്കാൻ നോക്കുക, അൺറിഫൈൻഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ നോക്കുക. അതാണ് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റിന് ഈ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക, നല്ല സ്മെല്ലുള്ള ഷിയ ബട്ടർ ഉണ്ടാവില്ല. ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു ഷിയ ബട്ടറിൻ്റെ ഒറിജിനൽ സാധനത്തിന് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സാധനത്തിന് നല്ല സ്മെല്ലല്ല ഉണ്ടാവുക, അത് ആദ്യം ആലോചിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.